അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നാളെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നുണ്ട്. അൽ മദീന ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഈ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത്. ദുബായിലേക്കാണ് ഈ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത്. ആ ഒരു ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്നും ഇൻ്റർവ്യൂ കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ, ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവേണ്ട. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അതുവഴി ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ കഴിയുകയും വീഡിയോ കണ്ട് ഉടനെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ദുബായിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നും ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മുഴുവനായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ദുബായിലേക്കാണ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ക്യാഷർ കം സെയിൽസ് പോസ്റ്റിലേക്കും സെയിൽസ്മാൻ പോസ്റ്റിലേക്കും വേക്കൻസികൾ വന്നിട്ടുള്ളത്. ക്യാഷർ കം സെയിൽസ് പോസ്റ്റിലേക്ക് ഫീമെയിൽസിനെയാണ് പരിഗണിക്കുന്നത്. 30ഓളം പേരെയാണ് ആവശ്യമുള്ളത്. 1400 UAE ദർഹമായിരിക്കും സാലറി ഉണ്ടാവുക. 1400 UAE ദർഹം എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 32,000-33,000 ഇന്ത്യൻ രൂപയോളമായി. ഫീമെയിൽസിന് മെഡിക്കൽ ഇൻഷുറൻസും അക്കോമഡേഷനും അതേപോലെ തന്നെ കിച്ചൺ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 12 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും. നിങ്ങൾ BCom ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി നിങ്ങൾ അക്കൗണ്ട്സ് +2 കഴിഞ്ഞ് അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബില്ലിംഗ് സ്റ്റാഫായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, +2 കഴിഞ്ഞ് ബില്ലിംഗ് സ്റ്റാഫായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഇനി ഇതൊന്നുമില്ല +2 കഴിഞ്ഞ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. 1400 റിയാലാണ് 1400 ദിർഹമാണ് സാലറി. ഏകദേശം 32,000-33,000 ഇന്ത്യൻ രൂപയുടെ ഉള്ളിൽ വരും. കിച്ചൺ ഫെസിലിറ്റിയും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 12 മണിക്കൂർ ഡ്യൂട്ടി, വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും. സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് 1200 ദിർഹമാണ് സാലറി വരുന്നത്. 1200 ദിർഹം എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 28,000 ഇന്ത്യൻ രൂപ. ഫുഡും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കലും എല്ലാം തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 18-35 ഇടയിൽ പ്രായമുള്ള യുവാക്കളെയും യുവതികളെയും മാത്രമാണ് പരിഗണിക്കുക. അതായത് ക്യാഷർ കം സെയിൽസ് പോസ്റ്റിലേക്ക് ഫീമെയിൽ വേക്കൻസിയിലേക്ക് 18-35 ഇടയിൽ പ്രായമുള്ളവരെയും, അതേപോലെ തന്നെ സെയിൽസ്മാൻ പോസ്റ്റിലേക്കും 18-35 ഇടയിൽ പ്രായമുള്ളവരെയുമാണ് പരിഗണിക്കുന്നത്. 12 മണിക്കൂർ തന്നെയായിരിക്കും സെയിൽസ്മാൻ പോസ്റ്റിലേക്കും ഡ്യൂട്ടി ഉണ്ടാവുക. ഫുഡും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കലും എല്ലാം തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫീമെയിൽസിന് ക്യാഷർ കം സെയിൽസ് പോസ്റ്റിലേക്ക് ഫീമെയിൽസിന് കിച്ചൺ ഫെസിലിറ്റി മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുഡ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് നാളെയാണ്. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ്. കമ്പനിയുടെ ആളുകൾ ഡയറക്റ്റ് വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. നാളെ ഫെബ്രുവരി 28 കൊച്ചിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ താല്പര്യമുള്ള 18-35 ഇടയിൽ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഓർക്കുക, സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ക്യാഷർ കം സെയിൽസിലേക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫീമെയിൽ വേക്കൻസിയാണ്. ആ ഒരു വേക്കൻസിയിലേക്ക് അക്കൗണ്ട്സിലോ BCom ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ബില്ലിങ്ങിലോ +2 കഴിഞ്ഞ് ബില്ലിങ്ങിലോ, ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ +2 കഴിഞ്ഞ് കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്.